രാഹുൽ അധ്യായം അവസാനിച്ചോ? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഡിസ്റ്റൻസ് ചെയ്യാണ്. ആദ്യത്തെ നടപടി ഉണ്ടായത് ഒരു പകലിനുള്ളിലാണ്. നമസ്കാരം. മീഡിയ വൺ വോട്ട് പാത പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരത്താണ്. തിരക്കിനിടയിൽ വി.ടി. ബൽറാമിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ദിവ്യ, തിരക്കെന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓടി നടക്കുകയാണല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇത് അവസാന ദിവസങ്ങളിലായല്ലോ, ലാസ്റ്റ് വീക്കല്ലേ. അപ്പോൾ ഒരു 3-4 ദിവസം കൂടിയല്ലേ നമുക്ക് പ്രചരണത്തിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി എല്ലായിടത്തും ഓടിയെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പം ഈ ശ്രീകൃഷ്ണപുരം, തിരുവാഴിയോട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അതിനുശേഷം എൻ്റെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ 2 പരിപാടികളുണ്ട്. അതിനുശേഷം മലപ്പുറം ജില്ലയിലെ വട്ടംകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രചരണമുണ്ട്. അപ്പോൾ 3 ജില്ലകൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള നല്ല റെസ്പോൺസ് ആണ്. തീർച്ചയായിട്ടും ജനങ്ങൾ നല്ലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. UDF-ന് അനുകൂലമായിട്ട് നല്ലൊരു തരംഗം കാണാൻ സാധിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ഇത്തവണ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. എല്ലായിടത്തും കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കുറച്ച് മോശമായിരുന്നു. പക്ഷേ ഇത്തവണ പാലക്കാട് നഗരസഭകളാവട്ടെ പഞ്ചായത്തുകളാവട്ടെ അവിടെയൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. ആ നിലയിലുള്ള മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്. പാലക്കാട്ടെ നഗരസഭ ഒരു പക്ഷേ തിരിച്ചുപിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ജില്ലാ പഞ്ചായത്തും കൂടുതൽ പഞ്ചായത്തുകളുടെ എണ്ണത്തിലൊക്കെ ഇപ്പോഴും കോൺഗ്രസ് പിറകിലാണ്. അതിലൊക്കെ ഒരു മാറ്റവും കാണും. അല്ല, ഞങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി എന്നുള്ളതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. പാലക്കാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എല്ലായ്പ്പോഴും CPM-നും LDF-നും നല്ല മുൻതൂക്കം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞതിന് മുന്നത്തെ തവണ പക്ഷേ ഞങ്ങൾക്ക് നല്ല കുറച്ചുകൂടി മുന്നോട്ട് കടന്നു വരാൻ സാധിച്ചു. കഴിഞ്ഞ തവണ കുറച്ച് പുറകോട്ട് പോയി. ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഞങ്ങളുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഇത്തവണയായിരിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾ ഒരു 5 എണ്ണമെങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ട്. നഗരസഭകളിൽ ഭൂരിപക്ഷവും ഞങ്ങൾക്ക് ഇത്തവണ പാലക്കാട് അടക്കം നേടാൻ സാധിക്കും. അതോടൊപ്പം പഞ്ചായത്തുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി മാത്രമാണോ പ്രചാരണം? പാലക്കാട് പ്രാദേശിക വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് ചർച്ചയാവേണ്ടതായിട്ടുണ്ട്. പാലക്കാടിലെ ചില പ്രാദേശിക വിഷയങ്ങൾ സംസ്ഥാന വിഷയം കൂടിയാണ്. കാരണം ഇപ്പം നെൽ കർഷകരുടെ പ്രശ്നം അത് പാലക്കാടിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, കുട്ടനാടിനോടൊപ്പം. അപ്പോൾ അതൊരു സംസ്ഥാന വിഷയമാണ്. എന്നാൽ പാലക്കാട്ടെ ജനങ്ങളെ സംബന്ധിച്ച് അത് അവരുടെ ഒരു വൈകാരിക പ്രശ്നമാണ്. കാരണം എല്ലാ വർഷവും ഇത് ആവർത്തിക്കപ്പെടുകയാണ്. എല്ലാ വർഷവും നെല്ല് സംഭരണം താളം തെറ്റുന്നു. മാത്രമല്ല, നെല്ല് സംഭരിച്ചു കൊണ്ടുപോയാൽ പൈസ കിട്ടുന്നില്ല. കർഷകർക്ക് 6 മാസം 8 മാസം കാത്തിരിക്കേണ്ടി വരും. ഇപ്പം ഞങ്ങൾക്ക് തന്നെ എല്ലാ വർഷവും 2-3 തവണ കർഷക കോൺഗ്രസിൻ്റെ പേരിലും DCCയുടെ പേരിലും ഒക്കെ പാലക്കാട് സമരം നടത്തേണ്ടി വരികയാണ്. ഒരേ വിഷയം ഉന്നയിച്ച് കഴിഞ്ഞ 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് സമരം നടത്തേണ്ടി വരികയാണ്. പരിഹാരം ഉണ്ടാകുന്നില്ല. സ്വർണ്ണക്കൊള്ളയടക്കം നിരവധി വിഷയങ്ങൾ നിശ്ചയമായും വോട്ടർമാർക്ക് മുന്നിൽ വെക്കാനുണ്ടായിരുന്നു. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ പ്രതിരോധത്തിലേക്ക്. ഇതേ ഇപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്നു. ആ നടപടി വൈകി എന്ന ഒരു സംഗതിയാണ് CPM ഉയർത്തുന്നത്. അല്ല, CPM-ന് അത് പറയാനുള്ള എന്ത് ധാർമ്മികത ഉണ്ടെന്ന് തിരിച്ച് നിങ്ങളോട് പറയുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കുക. CPM-ൻ്റെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞ് കടന്നു വരുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെതായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ നടപടി ഞങ്ങൾ എടുത്തത് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പുറത്തു വന്നപ്പോഴാണ്. അന്ന് പരാതിയില്ല, അങ്ങനെ ആരെങ്കിലും നേരിട്ട് വിക്ടിമൈസ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കടന്നു വന്നിട്ടില്ല. ഒരു മീഡിയ വാർത്തയും ഒരു വോയിസ് ക്ലിപ്പും പുറത്തു വന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം UDF-ൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. പിന്നീട് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ അത്തരത്തിലുള്ള ഒരു അതിജീവിത കടന്നു വന്നുകൊണ്ട് നേരിട്ട് പരാതിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് പോകും. അത് ഞാൻ ഒരു വളരെ മെഷേർഡ് ആയിട്ടുള്ള നിലപാടുകളും നടപടികളുമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. പുറത്താക്കിയതോടുകൂടി കോൺഗ്രസിന് അനുഭവപ്പെട്ടിരുന്ന തലവേദന പൂർണ്ണമായും മാറുകയാണ്. പുറത്താക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിന് തലവേദന മാറിയിരുന്നു. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യം ഒരു വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഡിസ്റ്റൻസ് ചെയ്യാണ്. കാരണം അല്ല, നിങ്ങൾ ചോദിക്കുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടത്. നിങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ രണ്ടുപേരും നല്ല ഉദ്ദേശിച്ചത് ചില മാധ്യമങ്ങൾ അത് സ്ഥിരമായിട്ട് ഉയർത്തുകയാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏത് കോൺഗ്രസ്സുകാരനെയും ഏത് UDF നേതാവിനെയും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് മറുപടി പറയാ. മറുപടിയിൽ നിന്ന് ഒളിച്ചോടില്ലല്ലോ. കാരണം ഞങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ. അതല്ല പറഞ്ഞത്. ഞങ്ങൾ ഓരോ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഒരു ആദ്യത്തെ നടപടി ഉണ്ടായത് ഒരു പകലിനുള്ളിൽ 24 മണിക്കൂർ നമ്മൾ സാധാരണ പറയാറുണ്ട്. 24 മണിക്കൂർ പോലും ഇല്ലാണ്ട് ഒരു 5-8 മണിക്കൂറുകൾക്കകത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വന്ന ഒരാളെ ഞങ്ങൾ റിമൂവ് ചെയ്തു.
പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് നിയമസഭ ചേരുന്ന വേളയിൽ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ഇതൊക്കെ ഒട്ടും വൈകാത്ത നടപടിയാണ്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു. ഇപ്പോൾ തന്നെയാണ് വീട് കയറി പ്രചാരണം അടക്കം നടത്തിയത്. അതൊരു പ്രതിസന്ധിയായിരുന്നു. അത് ശരിയായിരുന്നു. അതൊരു ആവശ്യമില്ലാത്ത നടപടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതത് സ്ഥലത്തെ സ്ഥാനാർത്ഥികളാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരാണ് തീരുമാനിക്കേണ്ടത് ആരാണ് പ്രചരണത്തിന് വരേണ്ടത്, ആരെ പ്രചരണത്തിന് ഇറക്കുന്നതാണ് 4 വോട്ട് കൂടുതൽ കിട്ടാൻ നല്ലത് എന്നൊക്കെ സ്വന്തം നിലക്കുള്ള തീരുമാനമായിരുന്നു ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഞാൻ ഈ പ്രദേശത്താണ് കൂടുതൽ വർക്ക് ചെയ്തതുകൊണ്ട്. എന്നാലും ഇനി വേഗം MLA സ്ഥാനം രാജിവെക്കല്ലേ നല്ലത്? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന നടപടികൾ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ മുന്നോട്ട് പോകുന്നു. അതിനെങ്ങനെയൊക്കെയാണ് നേരിടേണ്ടത് എന്നതിനെക്കുറിച്ച് ആ വ്യക്തി തീരുമാനിക്കേണ്ട. കാരണം അങ്ങനെ കേസിന്റെ പേരിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നല്ലോ CPM-ന്റെ നിലപാട്. ഒഫീഷ്യൽ സ്റ്റാൻഡ് അതായിരുന്നല്ലോ. മുകേഷിന്റെ കാര്യത്തിൽ ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കീഴ്വഴക്കം ഒന്നും ഇവിടെ ഇല്ല എന്ന് ചിലപ്പോൾ ഒരു വാദം ഉയർന്നേക്കാം. പക്ഷേ എന്നാൽ പോലും എന്താണ് ഉചിതമായിട്ടുള്ള നടപടി എന്നുള്ളത് ആ വ്യക്തി തീരുമാനിക്കട്ടെ. ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരൊന്നും ചെയ്യാല്ല. ഓക്കെ, പാർട്ടിയുടെ താല്പര്യം മാനിക്കാതെ ഈ പ്രചാരണത്തിന് ഇറങ്ങിയതാണ് ഇത് ഇത്ര കണ്ട് വഷളാവാൻ കാരണം എന്ന് കരുതുന്നുണ്ടോ വീട്ടി? അല്ല, പാർട്ടിക്ക് അക്കാര്യത്തിൽ ഒരു എന്താ പറയുക, ഞങ്ങൾ ഇറങ്ങാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടി എന്ന നിലയിൽ പാർട്ടിയുടെ ഒരു അനുമതി വാങ്ങിയിട്ട് ഇറങ്ങിയതല്ല. ഇപ്പോൾ അയാളെ ജനപ്രതിനിധിയായിരിക്കുന്ന സ്ഥലത്തെ അയാളുടെ സഹപ്രവർത്തകരും പരിചയക്കാരും ഒക്കെ വോട്ട് വേണ്ടി ഞങ്ങളിലൊക്കെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇറങ്ങിയതായിരിക്കും. ഏതായാലും പാർട്ടിയുടെ വേദിയിൽ പാർട്ടിയുടെ ഒഫീഷ്യൽ ഫോറത്തിലല്ല അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പാലക്കാട് നഗരസഭയിലടക്കം ഇതൊരു വിഷയമാവില്ല, തിരിച്ചടിയാവില്ല. അല്ല, ഇത്തരം വിഷയത്തിന്റെ പേരിലാണോ 5 വർഷത്തെ ജീവിതാനുഭവങ്ങളെ ജനങ്ങൾ വിലയിരുത്തേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ലോ. ഇത് ഓരോ വോട്ടറുടെയും ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെ നാട്ടിൽ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളും അതിനെക്കുറിച്ച് അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിവേകശാലികളാണ്, അവരാണ് വോട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ബാധിക്കുന്ന പ്രശ്നം ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ വീട്ടുനികുതി കൂട്ടി, അത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലേ. അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ വേറെ ഏതെങ്കിലും വിവാദം ഉണ്ടോ അപ്പുറത്ത് എന്നുള്ളതല്ലല്ലോ നോക്കുക. ഇത് വീട്ടുനികുതി കൂട്ടി തന്നെ നിൽക്കുകയാണല്ലോ. ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് കൂട്ടി, മറ്റേ കെട്ടിട നികുതി കൂട്ടി, അതുപോലെ തന്നെ ഭൂനികുതി കൂട്ടി, കറണ്ട് ചാർജ് 4 തവണ കൂട്ടി, വെള്ളക്കരം കൂട്ടി. എന്നാൽ മറുഭാഗത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് അതിവിടെ ഒരു സർക്കാരിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തില്ല. വിലക്കയറ്റം കൊണ്ട് ആളുകൾ നട്ടം തിരിയുന്നു. അപ്പോൾ നെൽ കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. സംഭരിച്ച നെല്ലിന് പൈസ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ കോളേജുകളിൽ പോലും ശസ്ത്രക്രിയ മുടങ്ങുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ 5 വർഷം അനുഭവിച്ച ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അതാണോ അവരുടെ മനസ്സിലുണ്ടാവുക? അത് ഏതെങ്കിലും വേറെ ആളുകളെക്കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങളാണോ? അവരുടെ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനുള്ള വിവേകം കേരളത്തിലെ വോട്ടർമാർക്ക് എല്ലാം അറിഞ്ഞിരുന്നു. ഷാഫി പറമ്പിലാണ് ഷാഫിയാണ് ഗാർഡിയൻ എന്ന തരത്തിൽ ആരോപണങ്ങൾ കൂടി ശക്തമാകുന്നുണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഇത്തരം കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? അതൊരു രാഷ്ട്രീയമായിട്ട് മറ്റുള്ള ആളുകളെ കൂടി ഒരാളെ കിട്ടി എന്നാൽ വേറെ എല്ലാവരും കൂടി അതിലങ്ങ് പെടുത്തിയേക്കാം എന്നുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവേകം ഈ പറയുന്ന ആളുകൾക്കും ഉണ്ട്, കേൾക്കുന്ന ആളുകൾക്കും ഉണ്ട്. എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ. അപ്പൊ അതിലൊന്നും കേരളത്തിലെ ലക്ഷ്യം വെക്കുന്നുണ്ടോ CPM? തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഷാഫിയെയും കോൺഗ്രസിലെ ഒരു എന്താ പറയുക ജനറേഷനെ മുഴുവൻ ഇതോടെ അങ്ങ് തീർത്ത് കളയാം എന്ന് CPM ലക്ഷ്യം വെച്ചിട്ടുണ്ടാവാം. പക്ഷെ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. കാരണം ഇതൊക്കെ ആളുകളെ വില കുറച്ച് കാണരുതെന്നേ. ആളുകൾക്ക് അവരുടേതായിട്ടുള്ളൊരു വിവേകമുണ്ട്. ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് അസസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയ പിന്തുണയോട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. പാലക്കാട് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് അബദ്ധമായി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ അത്തരം വിഷയങ്ങളിലേക്ക് ഓരോ ഘട്ടത്തിലാണല്ലോ തീരുമാനം എടുക്കുക. ഇപ്പോൾ ഇന്നലെ ഞാൻ ചില മാധ്യമങ്ങളിൽ കണ്ടു, അവർ ഇന്നലത്തെ അവരുടെ നിങ്ങൾ മാധ്യമങ്ങൾ എഡിറ്റേഴ്സ് അവറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളൊക്കെ നടത്തില്ല. നിങ്ങളെന്താ ഔട്ട് ഓഫ് ഫോക്കസ് അല്ല നടത്തുക. അപ്പോൾ അങ്ങനെ ഓരോരുത്തർ ഓരോ നിങ്ങളിപ്പോൾ മാധ്യമ ജഡ്ജിമാർ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ശരിയാക്കുകയാണല്ലോ. നിങ്ങൾ തന്നെയാണല്ലോ വിധി പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഇന്നലെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും ഈ പറഞ്ഞ പാലക്കാട് ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഒരു കമ്പാരിസൺ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഉചിതമായിട്ട്
ന്യായമായിട്ടുള്ള തീരുമാനമായി പാർട്ടി കണ്ടു. അല്ല, സാരി പറയായിരുന്നു അന്നേ എനിക്കറിയായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് എതിർത്തത്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ ശരി എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചില അജണ്ടകൾ കൂടി അങ്ങ് കുത്തിക്കയറ്റേക്കാം എന്ന് ചില ആളുകൾ ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊന്നും ശരിയല്ലല്ലോ. അപ്പം സജിൻ അന്നൊരു നിലപാടെടുത്തതോ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയത് എന്തിൻ്റെ പേരിലാന്നൊക്കെ അന്നേ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയാണ്. നിങ്ങൾ സന്ദീപ് വാര്യർ ഇങ്ങനെ ഒളിച്ചു നിൽക്കേണ്ട ഒരു കാര്യമുണ്ടോ വീട്ടിൽ? എവിടെ? 2-3 ദിവസമായിട്ട് ഞങ്ങൾ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഒളിച്ച് നിൽക്കേണ്ട ഒരു കാര്യം ഉണ്ടോ? അദ്ദേഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്ര ഒരു സ്ട്രോങ് ആയ ഒരു സംഗതി നീക്കമുണ്ടോ പുള്ളിക്കെതിരെ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അവസരം കിട്ടുമ്പോൾ ഇതിനെ അമിതമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് CPM-ന്റെ പലപ്പോഴുള്ള തന്ത്രമാണെന്ന് നിങ്ങൾ നോക്കിയിട്ടില്ലേ, മുമ്പും കണ്ടിട്ടുള്ളതല്ലേ. ഇപ്പം എന്താ പറയുക, അധികാരത്തെ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഒരു പരിധിയില്ലാതെ ഉപയോഗിക്കുന്ന അവസ്ഥ ഇപ്പം സമീപകാലത്തായിട്ട് കൂടി വരുന്നുണ്ട്. അതിനൊക്കെ നിയമലംഘനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെയൊക്കെ പരസ്യമായിട്ടുള്ള പിന്തുണയും ക്രിമിനലിസത്തിന് വരെ പിന്തുണയും പ്രോത്സാഹനം നൽകിക്കൊണ്ടാണല്ലോ അദ്ദേഹം എന്താ പറയുക രക്ഷാപ്രവർത്തന എന്ന് പറഞ്ഞ് ചെടിച്ചട്ടിട്ട് തലക്കടിച്ചനാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിലുള്ള തോന്നിയാസമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കും, പക്ഷേ ഞങ്ങൾ അതിനൊക്കെ അതിശയിക്കുക, അതൊരു സംശയം. എന്തായാലും ഈ വിവാദങ്ങളെന്ന് കോൺഗ്രസിന് നൽകിയിട്ടുള്ള ഒരു എഡ്ജ് അത് ഇല്ലാതാക്കില്ല എന്ന് തന്നെയാണ് നിങ്ങൾ? ഒരിക്കലും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളെ വില കുറച്ച് കാണരുത്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ജനങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷത്തെ അനുഭവം അല്ലെങ്കിൽ കഴിഞ്ഞ 9.5 വർഷത്തെ അനുഭവം, അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനുള്ള വിവേകമുണ്ട്. ഈ ഗവൺമെന്റിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞ പോലെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയടക്കം ഇത് CPM-ന്റെ അറിയപ്പെടുന്ന ആളുകളുടെ നേതൃത്വത്തിലല്ലേ നടക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയല്ലല്ലോ. അപ്പോൾ ഒരു പോറ്റിയോ അല്ലെങ്കിൽ ഒരു മുരാരി ബാബുവോ അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ആളുകൾ നടത്തിയ ഒരു തട്ടിപ്പ്, വൺ ടൈം തട്ടിപ്പല്ലല്ലോ ഇത് കഴിഞ്ഞ 6-7 വർഷമായിട്ട് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിൻ്റെ ഇടയിൽ നിരവധി ദേവസ്വം ബോർഡുകൾ വന്നു. ഈ ഓരോ ദേവസ്വം ബോർഡിലേക്കും പ്രസിഡന്റ് ആരാവണം, അതിലെ മെമ്പർമാർ ആരാവണം എന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. നിസ്സാര താഴെത്തട്ടുള്ള തീരുമാനം അല്ലല്ലോ. CPM-ന്റെ ഏറ്റവും ഉയർന്ന കമ്മിറ്റി ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആണ് ഈ നിയമനം നടത്തുന്നത്. ആരാണ് അവിടെ പാർട്ടി താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ആള്, അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മുൻ MLA-മാർ അടക്കമുള്ള ആളുകളെയൊക്കെ ഇതിനെ നിയോഗിക്കുന്നത്. എന്നിട്ട് അവരുടെ ചെയ്തികളിൽ പിന്നെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ പാർട്ടിയുടെ സംരക്ഷണയിൽ പാർട്ടിയാണ് ഈ പോറ്റിമാരെ പോറ്റി വളർത്തുന്നത്, അതാണ് വിഷയം. അപ്പോൾ അതിൻ്റെ ഒരു വൈക്കാരിയസ് ലയബിലിറ്റിയാണ് പാർട്ടി ഏറ്റെടുക്കേണ്ടത്. അതല്ലാതെ ഇപ്പം ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലല്ല മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തമുള്ളത്. ഇതൊരു സിസ്റ്റം നടത്തിയ അഴിമതിയും കൊള്ളയും അമ്പലം വിഴുങ്ങികൾ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ജനങ്ങളും ചർച്ച ചെയ്യുന്നത്. രാഹുൽ അധ്യായം അവസാനിച്ചോ? രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എടുക്കേണ്ട ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ബാക്കി അതിനപ്പുറത്ത് പ്രഡിക്ഷൻ നടത്തേണ്ട കാര്യം ഞങ്ങൾക്ക് ഇല്ലല്ലോ. വീട്ടിൽ അടുത്ത തൃത്താലയിൽ തന്നെ കാണാൻ ഞങ്ങൾക്ക് അല്ല, ഞാൻ മത്സരിക്കണോ വേണ്ടോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുക. മത്സരരംഗത്ത് തന്നെ ഉണ്ടാവുമോ എന്നുള്ളത്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് മണ്ഡലം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഓൺലി ചോയ്സ് തൃത്താലയാണ് എന്നെ സംബന്ധിച്ച്.